അതാണ് ദർശനം. അപ്പോൾ ശ്രവണം, ദർശനം. മൂന്നാമത്തേത് കീർത്തനം. നമ്മൾ മന്ത്രം ചൊല്ലുക. നല്ല രീതിയിൽ മന്ത്രം ചൊല്ലാൻ സാധിക്കണം. ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഒരു മിനിറ്റില് 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുമ്പോഴും 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. ഓം നമോ നാരായണായ ചൊല്ലുമ്പോൾ 40നും 60നും ഇടയ്ക്കാണ് റേഞ്ച്. നമശിവായ ചൊല്ലുമ്പോൾ 38നും 68നുമാണ് റേഞ്ച്. നല്ല രീതിയിൽ നാമം ചൊല്ലണം. അമ്പലത്തിൽ ചില പാട്ടുകളൊക്കെ വെക്കുമ്പോൾ മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് ചെറിയ രീതിയിലാണ് വെക്കേണ്ടത്. അടിച്ചു പൊളിച്ചുകൊണ്ടുള്ള പാട്ട് ചില അമ്പലത്തിൽ കേൾക്കുക. ആർക്ക് ഭക്തി ഉണ്ടാവാനാ? അത് 5 മണിക്ക് മൊത്തത്തിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരെ മൊത്തം ശാപം കേട്ട് 5 മണിക്ക് പാട്ട് വെച്ച് ഞാറപ്പഴത്തെ പിഴിന്ത്, ഏത് പഴത്തെ പിഴിഞ്ഞാലും ഇവിടെ ആർക്കെന്താ? ഈ 5 മണിക്ക് പാട്ട് വെച്ചിട്ട് ആരെ ഭക്തി ഉണ്ടാക്കാനാ? വളരെ ശാന്തമായിട്ട് 6 മണിക്ക് പാട്ട് വെച്ചാൽ മതി. ഭഗവത്ഗീത വെക്കുക, വേദമന്ത്രങ്ങൾ വെക്കുക. നല്ല രീതിയിൽ നമ്മൾ ചൊല്ലുമ്പോഴും അത് തന്നെ ചൊല്ലണം. അറിഞ്ഞുകൊണ്ട് കീർത്തനം ചൊല്ലുക. കീർത്തനം ചൊല്ലാനും കീർത്തനം കേൾക്കാനുള്ളതാണ്. വൈകുന്നേരമൊക്കെ അമ്പലത്തിനകത്ത് വരുമ്പോൾ ശാന്തമായിട്ട് ഇവിടെ മുഴുവനും കേൾക്കത്തക്ക വിധത്തിലുള്ള മന്ത്രമാണ്. അവിടെയും ഇവിടെയൊക്കെ കേൾക്കത്തക്ക വിധത്തിലുള്ള മന്ത്രമൊന്നും വെക്കണ്ട. അതിന്റെ ആവശ്യമില്ല. മന്ത്രം വെക്കുന്നത് തെറ്റാണെന്നല്ല. ഈ മന്ത്രം മറ്റുള്ളവന് ഉപദ്രവമായി തീരരുത്. മൈക്കിലൂടെ കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു ശല്യമായി തീരുമ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും. അതുകൊണ്ട് ചൊല്ലുമ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ എന്റെ വലതു സൈഡിൽ 7 പേരിയ്ക്കുകയാണെങ്കിൽ 7ാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിലേ ചൊല്ലാൻ പാടുള്ളൂ. 6 മീറ്റർ റേഡിയസിൽ കേൾക്കണം, അതിനപ്പുറം കേൾക്കരുത്. നാമം ജപിക്കുമ്പോഴും കീർത്തനം ചൊല്ലുമ്പോഴും 6 മീറ്റർ റേഡിയസിൽ, അതായത് 7ാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിലാണ് കീർത്തനം ചൊല്ലേണ്ടത്. അക്ഷരസ്ഫുടതയോടുകൂടി വേണം കീർത്തനം ചൊല്ലാൻ. നാമം ജപിക്കുമ്പോഴും 108 നാമം ജപിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എത്ര സാധിക്കുമോ അത്രയും ജപിക്കുക. സ്പീഡിൽ ട്രെയിൻ പോണ മാതിരി നാമം ജപിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില തമിഴ് ബ്രാഹ്മണര് വേദമന്ത്രം ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അത്ഭുതം തോന്നാറുണ്ട്. നമസ്തേ രുദ്രമന്യവതോതൈഷ വേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമൃതേ നമഃ, യാതൈഷു ശിവതമാ ശിവം ബഭൂതേതനഹു ശിവാശരവ്യായ. എപ്പടി ഇരിക്ക? എല്ലാം ശുഭമായിരിക്കില്ല. ശിവാശരവ്യായ തവതയാനോ രുദ്രമൃടയ യാതേ രുദ്രശിവ. ഇത് കേൾക്കുമ്പോ ശിവൻ വിചാരിക്കുക, എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ചീത്ത പറയട്ടെ. ഇത് എത്ര ഭംഗിയായിട്ട് ചൊല്ലേണ്ട മന്ത്രാണെന്നറിയോ? ഇത് നമസ്തേ രുദ്രമന്യവതോതൈഷ വേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ, യാതൈഷു ശിവതമാ ശിവം ബഭൂവതേതനഹോ ശിവാശരവ്യായ തവതയാനോ രുദ്രമൃടയ യാതേ രുദ്ര ശിവാതനൂരഘോരാഭാവകാശിനി തയാനസ്തനു വാശന്തമയാ ഗിരിശന്ദാഭിജ കശീഹി യാമിഷും ഗിരിശന്ദഹസ്തേ വിവർഷ്യസ്തവേ ശിവാം ഗിരിത്രതാം ഗുരുമാഹികിം സേ പുരുഷം ജഗത്. രുദ്രത്തിലെ ആദ്യ ഭാഗത്തിലെ കുറച്ചാണ് ഞാൻ ചൊല്ലിയത്. ഇത് ഇങ്ങനെയാ ചൊല്ലേണ്ടത്. ചിലപ്പോ നമ്മൾ നാരായണ ജപിക്കാറുണ്ട്. നാരായണ 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 അരണ എന്ന് പറഞ്ഞ മാതിരിയാ. അപ്പോ നമ്മൾ ചൊല്ലുന്ന കീർത്തനത്തിന് അക്ഷരസ്ഫുടത ഉണ്ടാവണം. വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അർത്ഥമറിയണമെന്ന് ഒരു നിർബന്ധമില്ല. വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അർത്ഥമറിയണമെന്ന് ഒരു നിർബന്ധമില്ല. പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമറിയണമെന്ന് നിർബന്ധമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അർത്ഥമറിയണമെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകരുത്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഇത് പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം അറിഞ്ഞേ ചൊല്ലാവൂ. ഇത് പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം അറിയണമെന്ന് നിർബന്ധം. അപരാധ സഹസ്രാണി ക്രിയന്തേഹ നിശമ്മയ ദാസോയം ഇതി മാം മത്വാ ക്ഷമസ്വ ജനാർദ്ദന ക്ഷമസ്വ മഹേശ്വരി. ഇത് പ്രാർത്ഥനയാണ്. അർത്ഥം അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമാണ്. അതേസമയത്ത് പുരാണമന്ത്രം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സഹായക. അർത്ഥമറിയണമെന്ന് നിർബന്ധമില്ല. എന്നെങ്കിലും അർത്ഥം പഠിക്കാം. വേദമന്ത്രത്തിന്റെ അർത്ഥം അറിയണം നിർബന്ധമില്ല. പുരാണമന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ കൊള്ളാം. അതേസമയത്ത് പ്രാർത്ഥനയുടെ അർത്ഥം അറിയണമെന്ന് നിർബന്ധമാണ്. അത് കീർത്തനം. പിന്നെ 4ാമത്തേത് സ്മരണം. അപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം. ഈശ്വരനെ സ്മരിക്കാം. എന്തു ചെയ്യാൻ പോകുമ്പോഴും
ഒന്ന് നെഞ്ചത്ത് കൈവച്ച, ഈശ്വര ഞാൻ ഇറങ്ങാണ് ജോലിക്ക്, നന്മ വരുത്തണേ, അങ്ങയോട് അപേക്ഷിക്കുന്നു. മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നു, മക്കളെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു പോവാ, നന്നായി വരണം. എവിടേക്ക് പോകുമ്പോഴും ഒന്ന് നെഞ്ചത്ത് കൈവച്ച്. എന്താ ഈ നെഞ്ചത്ത് കൈവയ്ക്കാൻ കാരണം? അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ എങ്ങനെയാ തൊഴാറിയോ? 2 കൈയും കൂപ്പി ഈ പെരുവിരല് ടച്ച് ചെയ്യേണ്ടത് ഹാർട്ടിലാ. ഇങ്ങനെയാ തൊഴേണ്ടത്. 2 കൈ വെച്ച് പെരുവിരല് ഹാർട്ടിൽ തൊടുമ്പോൾ ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിനകത്താണ് ഈശ്വര ചൈതന്യം. അതൊന്ന് നിന്നാൽ കൃഷ്ണ രാമ ഗോവിന്ദ, ഇവിടെയാണ് ഈശ്വരൻ. ആ ഹാർട്ടിലാണ്. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹേ അർജുന, ഞാൻ എല്ലാവരുടെയും ഹൃദ്ദേശത്തിലാണ് ഇരിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിലാണ്, നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുക, അനുഭവിക്കാൻ സാധിക്കുക. ആ സ്മരണ, ഏത് കർമ്മം ചെയ്യുമ്പോഴും നന്മ വരുത്തണേ, ആ സ്മരണ മാത്രം മതി ഫെയ്ത്ത് ഹീലിംഗിന് കാരണമാവാം. പിന്നെന്താ പറയാ? ഫെയ്ത്ത് ഹീലിംഗ്. അമേരിക്കക്കാരനായ ഡേവിഡ്, അമേരിക്കക്കാരനാണ് ഡേവിഡ്, ഈ ഭാരതത്തിൽ വന്ന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഒത്തിരി പഠനം നടത്തിയിട്ടുണ്ട്. ആ ഫെയ്ത്തിനെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ന്യൂയോർക്കില് സുഖമില്ലാതെ കിടക്കാണ്, ആരുമില്ല ചികിത്സിക്കാൻ, നിങ്ങൾ ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലി നടത്താം. എന്നിട്ട് അയാളെ അറിയിക്കുക, ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മുതൽ 7 മണി വരെ ഇന്ന അമ്പലത്തിലെ ശ്രീകോവിലില് നിന്റെ പേരും നാളും പറഞ്ഞ് ഗംഭീരമായ പുഷ്പാഞ്ജലി നടത്തുന്നുണ്ട്. തത്തുല്യമായ അമേരിക്കൻ സമയത്തില് നീ പൂജാമുറിയില് വാതിലടച്ച് ഇവിടുത്തെ ശ്രീകോവിലിലെ ഈശ്വരനെ ധ്യാനിച്ച് കയ്യും കൂപ്പിയിരിക്കണം, മറ്റൊന്നും ചിന്തിക്കരുത് എന്ന് പറയാം. ഇവിടുത്തെ പുഷ്പാഞ്ജലി കഴിയുമ്പോൾ അയാൾ 90% നോർമലായിരിക്കും. അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള പാർട്ടി 90% നോർമലായിരിക്കും. ഇത് ഡോക്ടർ ഡേവിഡ് നടത്തിയ പഠനമാണ്. ഇത് വളരെ വലുതാണ്. ഇതിന് പേരെന്താണ്? ഡിസ്റ്റൻസ് ഹീലിംഗ്, ഫെയ്ത്ത് ഹീലിംഗ്. 2 വാക്കാവുള്ളത്. ദൂരെ ഉള്ള വ്യക്തികളെ ചികിത്സിക്കാൻ ഡിസ്റ്റന്റ് ഹീലിംഗും ഫെയ്ത്ത് ഹീലിംഗും. ഇത് സ്മരണയിലൂടെയാണ് നടക്കുക. അപ്പൊ മനസ്സിനകത്ത് ഈശ്വര സ്മരണ ഉണ്ടാവും. മക്കളോടും അത് വളർത്തണം. ഈശ്വരനെ സ്മരിക്കുമ്പോൾ മക്കൾക്ക് ഈശ്വരനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഈശ്വരൻ കാട്ടാളന്റെ രൂപത്തിലും അങ്ങനെയുള്ള ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ശിവന് അങ്ങനെ രൂപം വരാൻ കാരണം എന്താണ്? അത് പറഞ്ഞു കൊടുക്കണം. ബ്രഹ്മാവിന് 4 തല വരാൻ കാരണം എന്താണ്? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. അങ്ങനെ 4 അക്ഷങ്ങളാണ് സൃഷ്ടിക്ക് ആവശ്യം. അതാണ് ബ്രഹ്മാവിന്റെ രൂപം. മഹാവിഷ്ണുവിന് നീല കളർ വരാൻ കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ മൊത്തം നിറം നീലയാണ്, കടലിന്റെ നിറം നീലയാണ്. അനന്തമായ ഏതിനും നീലയായതുകൊണ്ട് അനന്തമായ മഹാവിഷ്ണുവിന് നീല നിറം വന്നു. ഇത് മക്കൾക്ക് യുക്തിസഹജമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ സ്മരണ ശരിയാവുന്നത്, നല്ല സ്മരണ ഉണ്ടാവുന്നത്. അപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം. അടുത്തത് വന്ദനം. മുമ്പിൽ നിന്ന് വന്ദിക്കുക. 1-ാമത്തെ വന്ദനം, 2-ാമത്തെ വന്ദനം തൊട്ട് തലയിൽ വെക്കുക, അത് വന്ദനം. ദീർഘ നമസ്കാരം ആണുങ്ങൾക്ക്, സാഷ്ടാംഗം സ്ത്രീകൾക്ക്, ഷഡംഗം 6 അവയവങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് സ്ത്രീകള് ഷഡംഗ നമസ്കാരം, പുരുഷന്മാര് സാഷ്ടാംഗ നമസ്കാരം. ഇത് വന്ദനത്തിന്റെ ഭാഗമാണ്. അപ്പൊ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നിന്നാലും മതി. പി ഗോവിന്ദപിള്ള എല്ലാ ദിവസവും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വൈകുന്നേരം പഴവങ്ങാടി ഗണപതി കോവിലിൽ ദീപാരാധന നടത്തുമ്പോൾ അദ്ദേഹം ഗണപതിയുടെ മുമ്പിൽ വന്ന് 6:20 ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കയ്യെഴുത്ത് തൊഴില്ല, കാരണം ഇടതുപക്ഷക്കാരനാ. ഇങ്ങനെ ഗണപതിയുടെ മുമ്പിൽ നിന്ന് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും, ഗണപതിയും അങ്ങേരും തമ്മിൽ. വളരെ നല്ല രസാ കാണാൻ. ദീപാരാധന എല്ലാം കഴിയുമ്പോൾ അങ്ങേര് വീട്ടിൽ പോകും. അപ്പൊ ശാന്തമായിട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതും വന്ദനം തന്നെയാണ്. ഒന്നും ചെയ്യുന്നില്ല, വന്ദനം തന്നെയാണ്. നെഞ്ചത്ത് തൊടുന്നത് വന്ദനമാണ്. പിന്നെ തൃശ്ശൂരിൽ ഒരു പ്രത്യേക വന്ദനം ഉണ്ട്. അത് ഞാൻ അടുത്ത കാലത്ത് കണ്ടതാ. വളരെ വിചിത്രമായ വന്ദനം. ഇങ്ങനെ തൊടുക, ഇങ്ങനെ ഒരു പരിപാടി. ഇത് ഞാനിപ്പൊ കണ്ടതാ. ഇതെന്താ സംഭവിച്ചേ അറിയോ? ഇത് പണ്ടത്തെ ക്രിസ്ത്യാനികളുടെ കഴുത്തിൽ കൊന്തയുണ്ടായിരുന്നു. കൊന്താന്ന് കേട്ട് കാണില്ല, കാരണം പഴയതാ. ഇപ്പൊ അവർ കളഞ്ഞു ഈശ്വരാനുഗ്രഹം കൊണ്ട്. ആ കൊന്തയെ ചുംബിക്കലാണ് ഈ സംഭവം. ഇത് എങ്ങനെയോ കൊന്ത പോയപ്പോ കൈ മാത്രമായി ഇങ്ങനെ ഈ തുപ്പല് നെഞ്ചത്തേക്ക് എടുക്കാം. ഇത് നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്തേക്കല്ലേ. അതൊരു വന്ദനമല്ല. വന്ദനമാകുന്നത് ഗാദിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി ചന്ദ, മിത്രോ ദേവത. വന്ദിക്കണമെങ്കിൽ ഒന്നിലേക്ക് തൊഴുക,
അല്ലെങ്കിൽ ശിരസ്, മൂക്ക്, നെഞ്ച്. ഇത് മൂന്നും സ്പർശിക്കലും വന്ദനമാണ്. ഇത് 1 ഋഷി, 2 ഛന്ദസ്, 3 ദേവത. ഇങ്ങനെ വന്ദിക്കാം. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ എടുത്ത് അത് കുരിശ. AK ആന്റണി പറഞ്ഞതാ. അങ്ങനെ ഒരെണ്ണം ശരിയല്ല. ഞാൻ പറഞ്ഞത് കുരിശിനോട് തെറ്റുണ്ടായിട്ട് പറഞ്ഞല്ല. കാരണം അങ്ങനെ ഒരു ആരാധന വന്ദനം ഇല്ലാത്ത ഒന്നിനെ എടുത്തിട്ട് എങ്ങനെയാ വന്ദിക്കാം? അത് കാരണം 1, 2, 3 എക്സലന്റ്. അല്ലെങ്കിൽ വെറുതെ നെഞ്ചത്ത് തൊടുക. കാരണം ഇവിടെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ തൊഴുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സൈക്കിളിൽ ഇടത്തെ കയ്യിൽ ഹാൻഡിലുണ്ടെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പോണു കേട്ടോ എന്ന് പറഞ്ഞേക്കാം. വണ്ടി നിർത്താനൊന്നും നിൽക്കണ്ട. എവിടെ കൂടിയാണെങ്കിലും ആവാം. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കണ്ട. ഉള്ളതിനെ അല്പം മോഡിഫൈ ചെയ്യാൻ നമുക്ക് അത് വന്ദനം. അടുത്തത് ഇതാ അർച്ചന. കൈ ഉപയോഗിച്ച്, വസ്തു ഉപയോഗിച്ച്, പുഷ്പം ഉപയോഗിച്ച് അർച്ചന നടത്താം. മൊട്ടുപയോഗിച്ച് അർച്ചന നടത്താം. ഇല ഉപയോഗിച്ച്, കൂളത്തിന്റെ ഇല, തുളസി ഉപയോഗിച്ച് അർച്ചന നടത്താം. നാളികേരം ഉപയോഗിച്ച് അർച്ചന നടത്താം. അതുപോലെ തന്നെ നമ്മളുടെ ഏതെങ്കിലും എള്ളുപയോഗിച്ച് അർച്ചന നടത്താം. നാണയം ഉപയോഗിച്ച് അർച്ചന നടത്താം. അരി ഉപയോഗിച്ച് അർച്ചന നടത്താം. പൂവ്, ഇല, കായ, പഴം, നാണയം, ചമത, എള്ള്. അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഭീഷ്മ പിതാമഹൻ ചെയ്തതുപോലെ മനോരൂപം ഒന്നുമില്ല, മാനസിക പുഷ്പം കൊണ്ട് അർച്ചന നടത്താം. ഇങ്ങനെ മാനസിക പുഷ്പം കയ്യിലൊന്നുമില്ല, താമ്പാളം പിടിച്ച് ഓം ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞൈ നമഃ, ശ്രീമത് സിംഹാസനേശ്വര്यै നമഃ, ചിദഗ്നികുണ്ഡ സംബോധാयै നമഃ, ദേവകാര്യ സമുദ്യതാयै നമഃ, ഉദ്യദ്ഭാന സഹസ്രാഭാयै നമഃ, ചതുർബാഹു സമന്വിതാयै നമഃ, രാഗസ്വരൂപവാശാഢ്യാयै നമഃ, ക്രോധാകാരാങ്കുശോജ്വലാयै നമഃ, മനോരൂപേക്ഷ ഗോദണ്ഡാयै നമഃ, പഞ്ചതന്മാത്രസായകാयै നമഃ, നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലാयै നമഃ, ചമ്പകാശോകപുന്നാക സൗഗന്ധികൾ സർക്കജാयै നമഃ, ഗുരുവിന്ദമണി ശ്രേണീകനൽ കോടിരമണ്ഡിതാयै നമഃ. നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും, പ്രായമായവരെങ്കിലും. അപ്പൊ ഇതില് കയ്യിലൊന്നുമില്ല, വെറും ആക്ഷൻ മാത്രം. മനോപുഷ്പം, വെറും ആക്ഷൻ, അത് മതി. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ സമയത്ത് ഭീഷ്മര് മനോപുഷ്പം കൊണ്ടാണ് വിശ്വരൂപത്തിൽ നിന്ന് ശ്രീകൃഷ്ണനെ പൂജിച്ചത്. അപ്പൊ അർച്ചനമായി. അടുത്തത് സമർപ്പണം. അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ എണ്ണ, തിരുനൂല്, പൂവ്, ഏതെങ്കിലും വസ്തുക്കള് ഏതെങ്കിലും സമർപ്പിക്കണം, നിർബന്ധമാണ്. അമ്പലത്തിൽ സമർപ്പിക്കാതെ തിരിച്ചു പോകരുത്. എന്താ കാരണം? ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. ഭഗവത്ഗീതയിലെ ഉജ്ജ്വലമായൊരു ശ്ലോകാണ്. ഈ അമ്പലത്തിനകത്ത് ചൈതന്യം ഉണ്ടാകുന്നത് മനുഷ്യര് അമ്പലത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്. മനുഷ്യർക്ക് ചൈതന്യം ഉണ്ടാകുന്നത് അമ്പലത്തിലെ ചൈതന്യം മനുഷ്യർക്ക് കിട്ടുന്നതാണ്. അപ്പൊ മനുഷ്യരുടേത് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെത് മനുഷ്യനും കിട്ടണമെങ്കിൽ അവിടേക്ക് ചൈതന്യം കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ വേണം. അത് നിർബന്ധമാണ്. ഏറ്റവും കുറഞ്ഞത് അമ്പലത്തിലെ ഭണ്ഡാരത്തിലെങ്കിലും എന്തെങ്കിലും ഇടാതെ വെറും കയ്യോടെ ദർശനം നടത്തി പോകരുത്. നിർബന്ധമാണ്. റോട്ടിൽ കൂടെ പോകുന്നവര് പോലും നിന്ന് തൊഴുന്നുണ്ടെങ്കിൽ ഒരു 25 പൈസയെങ്കിലും അവിടെ സമർപ്പിച്ചിട്ടേ പോകാവൂ. അപ്പൊ സമർപ്പണം എന്നുള്ളത് കമ്പൽസറിയാണ്. സമർപ്പണ ഭാവമില്ലാതെ ക്ഷേത്രത്തിന് ഒരു തിരുനൂല് കൊടുത്താൽ മതി. ചന്ദനത്തിരി, കൽപ്പൂരം, പൂവ്, മൊട്ട, ഒരു നാണയം, ഒരു രശീതി, എന്തെങ്കിലും, എനിത്തിങ് വാട്ട് എവർ യു ഫീൽ. അതുപോലെ നിങ്ങളോട് പറയുന്നു, അമ്പലത്തിൽ അന്നദാനം ഉണ്ടെങ്കിൽ വെറും കയ്യോടെ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകരുത്. നിങ്ങൾ എന്ത് ക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിച്ചോ തത്തുല്യമായത് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. അത് ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമാണ്. ഇന്ന് അത് മാത്രം ആരെയും ഓർമ്മിപ്പിക്കാറില്ല. എല്ലാവരും അന്നദാനം എന്ന് പറഞ്ഞ അമ്പലത്തില് ഊണ് കഴിച്ചു പോകും. ഓർമ്മിക്കുക, അമ്പലത്തിലെ പരിസരം എച്ചിലയിലേക്ക് സ്പർശിക്കുകയാണ് ഊണ് കഴിക്കുക. അതിന്റെ പ്രായശ്ചിത്തമുണ്ട്. അമ്പലത്തിൽ എന്ത് സ്വീകരിച്ചാലും അങ്ങോട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൽ ആരുടെ അടുത്ത് നിന്ന് എന്ത് സ്വീകരിച്ചാലും അങ്ങോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. വെറുതെ ഒന്നും നമ്മൾ ലോകത്തിൽ സ്വീകരിക്കാറില്ല, അങ്ങോട്ട് കൊടുത്തേ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് അമ്പലത്തിൽ അന്നദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അന്നദാനം നടത്തിയത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഭണ്ഡാരത്തിൽ 1 രൂപയുടെ കോയിനെങ്കിലും ഇട്ടതിന് ശേഷമേ നിങ്ങൾ ഊണ് കഴിക്കാൻ പാടുള്ളൂ. ഇത് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ നിയമമല്ല, ക്ഷേത്രത്തിന്റെ ആരാധനാക്രമത്തിന്റെ ഭാഗമാണ്. അത് സമർപ്പണമാണ്. അപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം,
സമർപ്പണം, ലാസ്റ്റ് വൺ സേവനം. പാവപ്പെട്ടവർക്ക് സേവനം നടത്തുക, അതാണ് ഏറ്റവും വലിയ ഈശ്വരാരാധന. നരസേവ, നാരായണ സേവ. അമ്പലത്തിലെ ശ്രീകോവിലിൽ സ്വർണം പൂശുന്നതിനും കൊടിമരം സ്വർണം പൂശുന്നതിനേക്കാളും എത്രയോ നല്ലത് ഈ മുക്കുവന്മാർക്ക്, കടൽ വഴിയിൽ താമസിക്കുന്ന മുക്കുവന്മാർക്ക് ഒരു 10 ദിവസം ഭക്ഷണം കൊടുക്കുക, അവരുടെ വീട് നന്നാക്കി കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. ഇതിനേക്കാളും വലിയൊരു ഈശ്വരാരാധന സനാതന ധർമ്മത്തിലില്ല. നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ. അമ്പലം ആവശ്യമാണ്, അമ്പലത്തിന് വഴിപാടും ആവശ്യമാണ്. പക്ഷേ ആത്മീയത രോഗമാകരുത്, വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാകരുത്. നല്ല രീതിയിൽ ക്ഷേത്രത്തിന് നന്മ വരുത്തണം. അതേ സമയത്ത് പല ക്ഷേത്രങ്ങളിലും കുന്നുകൂടി സ്വത്തുണ്ട്. ഇന്നലെ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ മുമ്പിൽ വന്ന് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പോലെ അവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസർ പറഞ്ഞു, 12 കോടി രൂപ PF ഇന്ന് മാറിപ്പോയി, ഇനി സംഭവിക്കില്ല എന്ന്. കരണക്കുറ്റിക്കടിക്കേണ്ട പാർട്ടിയാണ്. ഇല്ലെങ്കിൽ അതുപോലെ രാമൻ നായർ, കഴിഞ്ഞ പ്രസിഡന്റ്, ഇപ്പോഴും അദ്ദേഹം പല സ്ഥലത്തും അധ്യക്ഷം വഹിക്കാൻ പോവാറുണ്ട്. തുറന്ന മുഖവും ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു 10 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത്ര വൃത്തികേടുകൾ ആ മനുഷ്യർ കാണിച്ചിരിക്കുന്നത്. അമ്പലത്തിനകത്ത് പരിധിക്കപ്പുറം സ്വത്ത് വന്നതിന്റെ പരിണത ഫലമാണ് എന്ന് കൂടി ഓർക്കാം. ചെറിയ ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കുക. എന്തിനാ ഗുരുവായൂരിൽ തന്നെ കൊണ്ടുപോയി ഇടുന്നത്? എത്രയോ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രം എത്ര ഉജ്ജ്വലമായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് നന്നായത്. എന്ത് ഭംഗിയായി ഇതിനകത്ത് വരാൻ. അതിനകത്തേക്ക് കയറിയുമ്പോ ശ്രീകോവിലിനകത്ത് നോക്കിയപ്പോ എന്തൊരു ചൈതന്യമാണ്. ഈ ക്ഷേത്രം വളരണം, ഉയരണം. ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം വളർത്തണം, ഉയർത്തണം. ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് ഇത്രയും കാശ് കൊടു, അവിടെ പോയി തൊഴുതോളാം. ഒരു 5 രൂപ ഇട്ടാ മതി. കൃഷ്ണന് പൈസ ഒന്നും എണ്ണാൻ പോണില്ല. എണ്ണുന്നത് മുഴുവൻ ദേവസ്വം ബോർഡിലെ ആൾക്കാരാ, മുക്കുന്നതും അവർ തന്നെയാ. അതുപോലെ ശബരിമലയിലേക്ക് നിങ്ങൾ പോയിട്ട് തൊഴുതിട്ട് വരിക. അവിടെ തന്നെ വഴിപാട് നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല. എത്രയോ ഇടിഞ്ഞു പൊളിഞ്ഞ ശാസ്താവിന്റെ ക്ഷേത്രം ഉണ്ട്, അത് മുഴുവൻ നന്നാക്കാൻ ഉപയോഗിക്കാം. അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുമ്പോൾ പായസത്തിനും നിവേദ്യത്തിനും കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രം നന്നാക്കാൻ 1000 ഇഷ്ടിക കൊടുത്താൽ ഏറ്റവും വലിയ പുണ്യം അതാണ്. ആ ഇഷ്ടിക അനാദികാലം നിലനിൽക്കും. ആ അമ്പലം ഉള്ളയിടത്തോളം കാലം ആ ഇഷ്ടിക നിലനിൽക്കും. നിങ്ങൾ അവിടെ പോയിട്ട് 5000 രൂപ കൊടുത്താൽ അടുത്ത ദിവസത്തിന്റെ പിന്നത്തെ ദിവസം അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോകും. ഒരു 10 പാക്കറ്റ് സിമന്റ് അല്ലെങ്കിൽ ഒരു ടൺ കമ്പി അമ്പലം നിർമ്മിക്കാൻ വേണ്ടി സിമന്റ്, അതല്ലെങ്കിൽ ജോലി എടുക്കുന്ന വ്യക്തികൾക്ക് ഒരു 100 പേരുടെ കൂലി ഞാൻ കൊടുത്തേക്കാം. യഥാർത്ഥത്തിൽ ഗരുഡപുരാണം 2ാം ഭാഗപ്രകാരം ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ 7 തലമുറയ്ക്ക് പുണ്യമെന്നാ പറയുക. 7 ജന്മം പുണ്യം കിട്ടും, 7 തലമുറയ്ക്ക് പുണ്യം കിട്ടും. അപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാശ് ചെലവാക്കുക. അതാണ് സേവനം, അതാണ് സമർപ്പണം. അതേപോലെ സനാതന ധർമ്മത്തില് എത്രയോ വ്യക്തികൾ, പാവങ്ങള് ഭക്ഷണമില്ലാതെ ഇന്നും കേരളത്തിലുണ്ട്. നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ സാധിക്കില്ല. തൃപ്പൂണിത്തുറയിൽ സംസ്കൃത കോളേജില് 2 ആഴ്ച മുമ്പ് ഞാൻ പോയപ്പോൾ, ഉച്ചയ്ക്ക് പോയപ്പോൾ കണ്ട കാഴ്ച, ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഷോക്കടിച്ച മാതിരി നിൽക്കുന്നു. എന്താ സംഭവിച്ചത്? 5 കുട്ടികൾ തലയുറ്റി വീണു. എന്താ കാരണം? അവർ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ഇത് നിരന്തരം സംഭവിക്കുന്നു. എന്താ സംഭവിക്കുക? അപ്പൊ തന്നെ എൻ്റെ അനിയൻ ചെന്ന് ഹോട്ടലിൽ ചെന്ന് 10-15 പാക്കറ്റ് ഭക്ഷണം കൊടുത്തു. അടുത്ത ദിവസം ഞാൻ പോയിട്ട് ഒരു 1000 രൂപ കൊടുത്തു. എല്ലാ മാസവും ഒരു ചാക്കാരി അവിടെ എത്തിക്കാം എന്ന് ഞങ്ങൾ ബ്രദേഴ്സ് തമ്മിൽ തീരുമാനിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാ മനസ്സിലായത്, കേരളത്തില് കൊച്ചിയുടെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയില് ഇന്നും ഭക്ഷണം കഴിക്കാനില്ലാതെ തലചുറ്റി വീഴുന്നവരുണ്ട് എന്ന് ഈ സനാതന ധർമ്മ സ്കൂളില് രാവിലെ വരുന്ന കുട്ടികള് പലരും ഭക്ഷണം കഴിച്ചിട്ടല്ല വരുന്നത്. ഇന്നലെ അത് മനസ്സിലായത്. അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അത്ഭുതം തോന്നുന്നു. ഏത് അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നതിനേക്കാളും എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് 1000 ഇരട്ടി പുണ്യം കിട്ടും ആ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്താൽ. കൊടുത്തു നോക്കാം. ആ സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ പിരിച്ചവിടെ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാം. 10 ഇരട്ടി ഈശ്വരൻ നിങ്ങൾക്ക് തരാതിരിക്കില്ല. അമ്പലത്തിൽ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യം ഈ സേവനത്തിലൂടെ. നരസേവ, നാരായണ സേവ.
വളരെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക, വളരെ പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. അമ്മ 30,000 വിദ്യാർത്ഥികൾക്കാണ് മാസത്തിൽ 150 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത്. ആരോടും ചോദിച്ചില്ല ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഇടതുപക്ഷാണോ വലതുപക്ഷാണോ അമ്മയുടെ ഭക്തനാണോ ഭക്തയല്ലാത്തവരാണോ ഒന്നും ചോദിച്ചില്ല. ഇതാണ് അമ്മയെ അമ്മയാക്കി മാറ്റുന്നത്. അതാണ് നിങ്ങൾക്ക് സാധിക്കേണ്ടത്. അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കണം, അമ്പലത്തിൽ ഉയരാൻ സാധിക്കണം. അടുത്ത പ്രാവശ്യം ഈ അമ്പലത്തിലെ കമ്മിറ്റികൾ കൂടുമ്പോൾ അന്നദാനം നടത്തുന്നതിന് പകരം അന്നദാനത്തിന്റെ അരിയും വെജിറ്റബിളും ആ മുക്കുവന്മാർക്ക് മൊത്തം വിതരണം ചെയ്യുക. തിരിച്ചു വന്ന് ശ്രീകോവിലിന്റെ അകത്ത് നോക്കി ഒന്ന് തൊഴുക. ഈശ്വരൻ നിങ്ങളെ കൈ ഉയർത്തി അനുഗ്രഹിക്കാതിരിക്കില്ല. ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് അന്നദാനം, ഉള്ളവന് കൊടുക്കുന്നതല്ല അന്നദാനം. അങ്ങനെ ഒരു സ്ഥലത്തും തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടില്ല. വിശപ്പുള്ളവന് ഭക്ഷണം, രോഗമുള്ളവന് ഔഷധം, വാർദ്ധക്യത്തിൽ തലോടല്, അനാഥന് ആശ്രയം. ഇതാണ് സേവനം. അനാഥന് ആശ്രയം, വാർദ്ധക്യത്തിൽ ഒരു ആശ്വാസം, തലോടല്, വിശക്കുന്നവന് ചോറ്, രോഗിക്ക് ഔഷധം. ഇത്രയും കൊടുക്കുന്നതാണ് സേവനം. ഇത് നമുക്ക് സാധിക്കണം. ഈ ക്ഷേത്രത്തിന് സാധിക്കണം, ക്ഷേത്രത്തിലെ ഭക്തന്മാർക്ക് സാധിക്കണം. സേവനവും സമർപ്പണവും നിങ്ങൾക്ക് ഉണ്ടാവണം. ആരാധനയിലെ ഏറ്റവും ഉജ്ജ്വലമായ ആരാധന സേവനവും സമർപ്പണവുമാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ ജഗതീശ്വരൻ അവസരം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ വന്ന് കുറച്ച് വൈകിപ്പോയി എങ്കിലും വളരെ സന്തോഷം തോന്നുന്നു. പിൻ ഡ്രോപ്പ് സൈലന്റ്. ഒരാള് 3-ാമത്തെ മിനിറ്റ് കോട്ടുവായ വിട്ടതൊഴികെ ബാക്കി ഒറ്റ ആള് പോലും വാച്ച് നോക്കിയില്ല. സമയം കുറെ വൈകി എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ആ പറയാനുള്ളത്, ഇത്രയും നീണ്ടുപോകാൻ കാരണം എൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. എന്താ കാരണം? നിങ്ങൾ ഇത്ര ശ്രദ്ധയോടുകൂടി ഇരുന്നത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. ഒരു 5-6 പേരെങ്കിലും ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് വാച്ചിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ നിർത്തുമായിരുന്നു. അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. നമ്മുടെ ക്ഷേത്ര ആരാധന ഓർമ്മിക്കുക. മന്ത്രതന്ത്ര യന്ത്രം, വൈദിക ആരാധന, പൗരാണിക ആരാധന, ക്ഷേത്രത്തിലെ യാഗശാലയിലെ ഉത്തരവേദി. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം പഞ്ചശുദ്ധി പൂജാരിക്കും ഭക്തന്മാർക്കും ഉണ്ടാവണം. എല്ലാ മതസ്ഥർക്കും ഇതിനകത്ത് പ്രവേശനം ഉണ്ടാവണം. എല്ലാവർക്കും ഒരേപോലെ കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കണം. നിരീശ്വരവാദിക്കും അമ്പലത്തിനകത്തേക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വേണം നമ്മളുടെ ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിലയിരുത്താൻ. അത് ലോജിക്കലാണ്. നന്മ നിറഞ്ഞ നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഈ സന്ദേശം ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ ക്രൈസ്തവരും ഇസ്ലാം മതത്തിലുള്ളവരും ഭാരതീയ പൈതൃകത്തിന്റെ അവകാശികളാണ്. അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിലും അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ മുമ്പില് ഭാരതം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് 3 ദിവസം മുമ്പ് നടത്തിയ സർവേയിൽ നിങ്ങൾ വായിച്ചു കാണും. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും നടത്തിയ സർവേ അനുസരിച്ച് ഭാരതം കാണാൻ 97.3% ലോക ജനത ആഗ്രഹിക്കുന്നു. 97.3% ലോക ജനത ഭാരതം കാണാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ലെവലിൽ ഭാരതം എത്തിയിരിക്കുന്നു. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉജ്ജ്വലമാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണ്. ഇവിടെ ഉള്ളവര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ല. ഇവിടെ ഉള്ളവര് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുമാണ്. ഹിന്ദുക്കളായിരുന്നവരും എല്ലാവരെയും അള്ളാഹുവോടുകൂടി ഇങ്ങോട്ടെടുക്കാം. അതുപോലെ യേശുക്രിസ്തുവോടുകൂടി ഇങ്ങോട്ടെടുക്കാം. നമ്മുടെ ബൈബിളും ഖുറാനും കളയണ്ട. അതോടുകൂടി നമുക്ക് സനാതനധർമ്മത്തിലേക്ക് എടുക്കാൻ സാധിക്കും. അത്രയും മാറ്റം സമൂഹത്തിലുണ്ട്. വൈകുന്നേരം 9:30 മണി മുതൽ 10 മണി വരെ സന്ദീപ് ചൈതന്യയുടെ പ്രഭാഷണം കേൾക്കാൻ ഇരിക്കുന്നവരിൽ 60% ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അധ്യാത്മാനന്ദയുടെ പ്രഭാഷണം കേൾക്കാൻ ഓരോ സ്ഥലത്തും എന്തു മാറ്റാം. എനിക്ക് ഉറപ്പാ 2010 ഡിസംബർ 31 സൂര്യാസ്തമയത്തിനുള്ളില് ഭാരതത്തിൽ വൻ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. ആ മാറ്റത്തിന് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. 10 കോടി ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിക്കണം. ആരെയും നിർബന്ധിക്കണ്ട. നമ്മുടെ ഈശ്വരൻ മാത്രമാണ് ശരിയെന്ന് പറയാൻ പോവണ്ട. നമ്മുടെ വേദങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയാൻ പോവണ്ട. നമ്മുടെ അമ്പലങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയാൻ പോവണ്ട. എല്ലാം ശരിയാണ്, എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ചേക്കാം എന്ന് പറയാനുള്ളതും അവരെ നമ്മളുടെ ധർമ്മത്തിനകത്തേക്ക് കൊണ്ടുവരാനുള്ളതുമായ ഉജ്ജ്വലമായ കർമ്മം നടത്താൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ 2 മാസം അമേരിക്കയിലും കാനഡയിലും
മിഡിൽ ഈസ്റ്റിലും ഒക്കെ പോയപ്പോൾ വലിയ മാറ്റം. എത്ര യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണം നടത്തി. എല്ലാവർക്കും കേൾക്കാനുള്ളത് ഭാരതത്തിന്റെ പൈതൃകമാണ്. എന്റെ ബയോകെമിസ്ട്രി ഒന്നും അവർക്ക് കേൾക്കണ്ട, എന്റെ PhD ബയോകെമിസ്ട്രിയില്ല, അതൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. യു ടെൽ അബൌട്ട് ഇന്ത്യ, ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു ലിസൺ. 4 മണിക്കൂർ 5 മണിക്കൂർ ഹ്യൂസ്റ്റണിലും ഷിക്കാഗോയിലും ന്യൂയോർക്കിലും യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ വാങ്കൂവറിലും ടൊറന്റോയിലും എഡ്മണ്ടണിലുമെല്ലാം എല്ലാ ഡോക്ടർമാർക്കും എല്ലാ എഞ്ചിനീയർമാർക്കും എല്ലാ കെമിസ്ട്രിക്കാർക്കും അറിയാൻ ആഗ്രഹമുള്ളത് ഭാരതത്തിന്റെ പൈതൃകമാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്കും അത് പഠിപ്പിച്ചു കൊടുത്ത് ഉജ്ജ്വലമായ രീതിയിൽ ഭാരതത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കാനുള്ള മഹായജ്ഞത്തില് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉറപ്പ് 21st century belongs to Indians. 21st century belongs to Indians. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. ആ മഹായജ്ഞത്തില് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉജ്ജ്വലമായ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ മുമ്പിൽ നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. ഇനിയും ഇനിയും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കാൻ സാധിക്കട്ടെ. ഒരാഗ്രഹവും കൂടി നിങ്ങളോട് പറയുകയാണ്. നവംബർ മാസം 8-ാം തീയതി ദീപാവലിയാണ്. ആ ദീപാവലി ദിവസം ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ഈ ക്ഷേത്രത്തില് നിവേദ്യമുണ്ടാക്കിയിട്ട് ചെറിയ പാത്രത്തില് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകളുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് അത് ദേവിക്ക് നിവേദിക്കണം. അതെങ്ങനെയാ നടത്തേണ്ടത് എന്ന്, ദീപാവലി പൊങ്കാല നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് അതിന്റെ പുസ്തകം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികള് ഈ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദീപാവലി ദിവസം രാവിലെ 6 മണി മുതൽക്ക് 6:30 വരെ, കുറച്ച് നേരത്തെ ആയിപ്പോയെങ്കിൽ 7 തൊട്ട് 7:30 വരെ, 8 തൊട്ട് 8:30 വരെ, 9 തൊട്ട് 9:30 വരെ അരമണിക്കൂർ ഇന്റർവെല്ലില് എല്ലാ സ്ത്രീകളും മന്ത്രം ചൊല്ലിയിട്ട് ആ പൊങ്കാല ഈശ്വരന് സമർപ്പിക്കാനുള്ള മഹായജ്ഞം നടത്തണം. നിങ്ങൾ തന്നെ അടുപ്പ് കൂട്ടിയിട്ട് പൊങ്കാല പായസം ഒന്നും ഉണ്ടാക്കണ്ട, അമ്പലത്തിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്ന് സ്ത്രീകൾ മാത്രം സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ച് വായിക്കാനുള്ള ഒരു നോട്ടീസ് ഉണ്ട്. സ്ത്രീകൾ ഭാരതത്തിൽ എത്രത്തോളം ആദരണീയരായിരുന്നു എന്ന് വിവരിക്കുന്ന നോട്ടീസ് 10 മിനിറ്റ്, പിന്നെ 20 മിനിറ്റ് ആ നിവേദ്യം നടത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതേപോലെ ഒരു അഭ്യർത്ഥന, കർക്കിടകത്തിലെ കർത്തവാവിന് ഈ ക്ഷേത്രത്തില് പിതൃകർമ്മം നടത്തണം. എങ്ങനെയാ നടത്തേണ്ടത് എന്നുള്ളതിന് എല്ലാ നോട്ടീസുകളും ക്ഷേത്ര ഭാരവാഹികൾക്ക് കൊടുക്കുന്നുണ്ടാവും. അത് ആവശ്യമുള്ളവർക്കും അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ വീട്ടിലോ ക്ഷേത്രത്തിലോ നടത്താം. നമ്മളുടെ നല്ല ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പൊങ്കാലയിൽ പങ്കെടുപ്പിക്കണം, പിതൃകർമ്മത്തിലും പങ്കെടുപ്പിക്കണം. നല്ല മാറ്റം തൃശ്ശൂർ ജില്ലയിൽ കാണാൻ സാധിച്ചു. കർക്കിടകവാവിന് എല്ലാ സ്ഥലത്തും പിതൃകർമ്മം നടത്തിച്ചു, എല്ലാ അമ്പലങ്ങളിലും. എത്രായിരം പേരാ പങ്കെടുത്തത്. ഇവിടെയും ആ മാറ്റം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ എന്തെങ്കിലും തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന റൂട്ടില് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഗവേഷണ കേന്ദ്രം, പഠന കേന്ദ്രം, സ്കൂള്, നല്ലൊരു പാർക്ക്, ക്ഷേത്രം, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം, ക്യാൻറ്റീന്, ഗസ്റ്റ് ഹൗസ്, മ്യൂസിയം, ഹെറിറ്റേജ് ബുക്സ്, മോഡേൺ ബുക്സിന്റെ വലിയൊരു ലൈബ്രറി എല്ലാം ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ മഴുവഞ്ചേരിയിൽ കൂടി വന്നിട്ടേ തിരിച്ചു വരാവൂ. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ അമ്പലത്തിലേക്ക് വരണം. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും അമ്പലത്തിനകത്ത് ഷർട്ടിട്ടുകൊണ്ട് പ്രവേശനമുള്ള അമ്പലമാണ്. അൾട്രാ മോഡേൺ അമ്പലമാണ്. ഒന്ന് വന്ന് നോക്കണം. ശാന്തമായിട്ട് മണിക്കൂറുകളോളം ഇരിക്കാവുന്ന ക്ഷേത്രത്തില്. അതുപോലെ ഭാരതീയ വിദ്യാവിഹാർ, 350 കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, 10 ഏക്കർ സ്ഥലത്ത് വിപുലമായി കിടക്കുന്ന വിദ്യാലയ കോംപ്ലക്സ് വരെയാണ്. നിങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ക്ഷേത്ര ആരാധനയെക്കുറിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിന് സന്തോഷമുണ്ട്. ഇന്നത്തെ വിഷയത്തിന്റെ 2ാം ഭാഗം ഭാരതീയ ഈശ്വര സങ്കല്പം ഞാനത് തൊട്ടിട്ടില്ല. തൊട്ടാൽ ഒരു സ്ഥലത്തും എത്തില്ല. ഇനി എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഭാരതീയ ഈശ്വര സങ്കല്പം വിവരിക്കാം. ഇന്ന് ഞാൻ ക്ഷേത്രം മാത്രമേ വിവരിച്ചുള്ളൂ. ഈശ്വര സങ്കല്പം മറ്റെന്തെങ്കിലും വിവരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എന്റെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും, അകത്തിരിക്കുന്നവർക്കും റൂട്ടില് 1.25 മണിക്കൂറായിട്ട് നിൽക്കുന്നവർക്കും, ഈ പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർക്കും ഈ പ്രഭാഷണം ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി സംഘാടകരുൾപ്പെടെയുള്ളവർക്ക് ഗോപാലകൃഷ്ണന്റെ പ്രണാമം, പ്രണാമം, പ്രണാമം.